ഈ വർഷം ജാനുവരി 24 ആഗോള വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കാനാണ് UN ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ പാരീസിൽ അതിനു വേണ്ട രീതിയിലുള്ള പരിപാടികൾ ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വികസനത്തിനും സമാധാനത്തിനും വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ചുരുക്കത്തിൽ സമാധാനപരമായ വികസനം സാധ്യമാകണം. അതേ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉരുത്തിരിയണം എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളിലും. ഇന്ന് ലോകത്തിലെ പകുതിയോളം വരുന്ന ജനസംഖ്യ യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. അവരാണ് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് യുവജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണം, ദാരിദ്ര്യവും അസമത്വവും ഇല്ലാതാകണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആൻ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയാം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം ഉരുത്തിരിയണം എന്നർത്ഥം. നമ്മുടെ സമൂഹത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സയൻസാണ്. ശാസ്ത്രത്തിൻ്റെ രംഗത്ത് ധാരാളം പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചുരുക്കത്തിൽ ശാസ്ത്രീയമായൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാനാണ് ജനങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ടെക്നോളജിയാണ്, സാങ്കേതിക വിദ്യ. സാങ്കേതിക വിദ്യ കൊണ്ട് പുതിയ പുതിയ അപ്പാരറ്റസ്, പുതിയ പുതിയ സംഗതികൾ എല്ലാ സമൂഹങ്ങളിലും ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. നമ്മുടെ തന്നെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. എല്ലാ സമൂഹങ്ങളും തമ്മിൽ ലോകത്തിലിപ്പോൾ അടുത്ത് പെരുമാറുന്നുണ്ട്. ദർ ഈസ് ലോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗോയിങ് ഓൺ ഇൻ ദിസ് വേൾഡ്. എല്ലാ സമൂഹങ്ങളും എല്ലാ രാജ്യങ്ങളും തമ്മിൽ ധാരാളം കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പ്രദേശത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നാലാമത്തെ ഒരു ഘടകമെന്ന് പറയുന്നത് ഇൻഫർമേഷനാണ്. ധാരാളം പുതിയ അറിവുകൾ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സയൻസ്, ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ, ഇതൊക്കെ എല്ലാ സമൂഹങ്ങളിലും പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിത ശൈലി തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ ജീവിത രീതി എല്ലായിടത്തും മാറിയിട്ടുണ്ട്. യുവാക്കളുടെയും കുട്ടികളുടെയും ആഹാരശീലങ്ങൾ, അവരുടെ ഡ്രസ്സ്, മൊത്തത്തിലെ ജീവിത രീതി തന്നെ മാറിയിട്ടുണ്ട് എന്നർത്ഥം. ഇത് ധാരാളം പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഈ പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് പുതിയ സമൂഹം ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ജീവിത ശൈലി രൂപപ്പെടുത്തുവാനായിട്ട്, ഈ പുതിയ പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് തക്ക പ്രാപ്തിയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കണം എന്നർത്ഥം. അമേരിക്കയിലെ പല സർവകലാശാലകളിലും ഇപ്പോൾ ഫ്യൂച്ചറോളജി എന്ന് പറയുന്നൊരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ നമ്മുടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഈ ലോകത്തിൽ എങ്ങനെ സമാധാനപരമായിട്ട് ജീവിക്കുമെന്നുള്ളതാണ്. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ക്ലൈമറ്റിലെ മാറ്റങ്ങൾ, നല്ല ആഹാരം, നല്ല ജലം, ഇതൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ അവകാശങ്ങളെ സംരക്ഷിക്കണം. ബഹുസ്വരത, എല്ലാ ജനതകളെയും പരസ്പരം ബഹുമാനിക്കണം. ഇങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് നമ്മുടെ സ്വാതന്ത്ര്യം കൂടിയിട്ടുണ്ട്, നമ്മുടെ പ്രൈവസി കൂടിയിട്ടുണ്ട്. ഫ്രീഡം കൂടി, പ്രൈവസി കൂടി, ശരിയാണ്. പക്ഷേ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹത്തിലും പുതിയ പുതിയ ധാരാളം പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നർത്ഥം.
ഇതിനെല്ലാം ഉൾക്കൊള്ളുവാനും ഇതിനെല്ലാം നേരിടാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണം എന്നർത്ഥം. ആ രീതിയിലുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം ഉരുത്തിരിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഭാവി ലോകത്തിലെ സമാധാനപരമായിട്ട് കഴിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ചാൾസ് ഹമ്മൽ എന്ന് പറയുന്ന വലിയ ചിന്തകൻ പറയുന്നത് പോലെ, ഒരു വശത്ത് എക്സിസ്റ്റൻസ്, മറുവശത്ത് കറ്റാസ്ട്രോഫ്. ഒന്നുകിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം എന്നർത്ഥം. അതുകൊണ്ട് നമുക്ക് മനോഹരമായിട്ട് സമാധാനപരമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ അതിന് തക്ക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ ക്രമം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പണ്ട് മുതലേ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. 2000 വർഷം മുമ്പ് ഗ്രീസിലെ ആളുകൾ, അവിടുത്തെ വലിയ ചിന്തകന്മാരായിരുന്ന സോക്രട്ടീസും പ്ലേറ്റോയും ഒക്കെ, അവരൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരാണ്. പ്ലേറ്റോ പറഞ്ഞിരുന്നു, മ്യൂസിക് ആൻഡ് ജിംനാസ്റ്റിക്സ്, സാഹിത്യവും ശരീരപുഷ്ടിക്കുള്ള രീതിയിലുള്ള വ്യായാമങ്ങളും എല്ലാവർക്കും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ചൈനയിലെ മഹാഗുരുക്കന്മാർ കൺഫ്യൂഷ്യസ്, ലവോട്സെ, മെൻഷ്യസ്, ഇവരൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ വലിയ ഗുരുക്കന്മാർ ധന്വന്തരി, ചരക, ശുശ്രുത, ആര്യഭട്ട, നമ്മുടെ വലിയ യൂണിവേഴ്സിറ്റികൾ തക്ഷില, നളന്ദ, ഈ സർവകലാശാലകളിലെ അധ്യാപകർ, ഇവരൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരാണ്. ഇംഗ്ലണ്ടിലെ വലിയ ചിന്തകനായിരുന്ന ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞതുപോലെ, ദ ഗ്രേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് നോളജ് ബട്ട് ആക്ഷൻ എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്ന അറിവ് സമ്പാദിക്കുക മാത്രമല്ല, ബട്ട് ഇറ്റ് ഈസ് ആക്ഷൻ. അതിനനുസരിച്ചുള്ള ഒരാക്ഷൻ അത്യാവശ്യമാണ്. അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിലെ പ്രസിഡൻ്റായിരുന്ന ജോൺ സി ഹിബൺ പറയുന്നു, എഡ്യൂക്കേഷൻ മസ്റ്റ് ഹെൽപ്പ് അസ് ടു സോൾവ് അവർ പ്രോബ്ലംസ് ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കണം. എഡ്യൂക്കേഷൻ മസ്റ്റ് ഹെൽപ്പ് അസ് ടു സോൾവ് അവർ പ്രോബ്ലംസ് എന്ന് പറയുന്നു. ചുരുക്കത്തിൽ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു ലൈഫ് ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഭാവിയിലെ നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഈ ഭൂമിയിലെ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് അഭിമുഖീകരിക്കാനും സന്തോഷമായിട്ട് ജീവിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് യുണൈറ്റഡ് നേഷൻസ് ഈ വർഷം ആഹ്വാനം ചെയ്യുന്നത്. വികസനത്തിനും സമാധാനത്തിനും വേണ്ടി വിദ്യാഭ്യാസം എന്നതാണ് ഈ വർഷത്തെ തീം.